ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡിലെ ഫിസിക്സിലെ 3rd ചാപ്റ്റർ ഫോഴ്സിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പറയുന്നതിൻ്റെ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് റിവിഷൻ ചെയ്ത് നോക്കാം. എന്താണ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയാണ് പ്രഷർ എന്ന് പറയുന്നത്. ഈ ഒരു പ്രഷറിനെ തന്നെ നമുക്ക് പല രീതിയിൽ പറയാം. ദ ത്രസ്റ്റ് ആക്ടിംഗ് പെർ യൂണിറ്റ് സർഫസ് ഏരിയ ഈസ് കോൾഡ് പ്രഷർ. അങ്ങനെയാണെങ്കിൽ ത്രസ്റ്റ് എന്തായിരുന്നു? ത്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഫോഴ്സ് ആക്ടിംഗ് ഓൺ എൻ ഒബ്ജക്റ്റ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് സർഫസ് ഈസ് ത്രസ്റ്റ്. അതായത് പെർപെൻഡിക്കുലറായി ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ത്രസ്റ്റ് എന്ന് പറയുക. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ പ്രഷറിൻ്റെ യൂണിറ്റ് എന്താണെന്നും പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു പ്രഷറിൻ്റെ യൂണിറ്റ്? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് പ്രഷറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അതെന്താണ്? പാസ്കലിന് ഈക്വൽ ആണ്. നമ്മൾ പ്രഷറിന് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലും പറയാറുണ്ട്, പാസ്കലിലും പറയാറുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു. ഇനി ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിക്വിഡ് പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ പറ്റിയാണ്. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഞാൻ ഈ വീഡിയോയുടെ എൻഡിങ്ങിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് 8th സ്റ്റാൻഡേർഡിന് വേണ്ട എല്ലാവിധ നോട്ട്സും അവൈലബിൾ ആണ്. നിങ്ങൾ പ്ലേലിസ്റ്റ് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഓരോ പോർഷൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിക്വിഡ് പ്രഷർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ത്രസ്റ്റ് ആൻഡ് പ്രഷറിനെ പറ്റിയായിരുന്നു പഠിച്ചത്. അതിൽ സോളിഡ്സിൽ എങ്ങനെയാണ് പ്രഷർ അനുഭവപ്പെടുന്നത് എന്നതായിരുന്നു പഠിച്ചത്. ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിക്വിഡ്സിലും ഗ്യാസസിലും എങ്ങനെയാണ് പ്രഷർ അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. അതുപോലെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞ കൺസെപ്റ്റും ലിക്വിഡ് പ്രഷർ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റും നമ്മൾ നന്നായി പഠിക്കുന്നുണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസും അതുപോലെ തന്നെ നമ്മൾ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് എങ്ങനെ ലിക്വിഡ് പ്രഷറിനെയും അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെയും കമ്പയർ ചെയ്ത് പഠിക്കാം എന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എക്സാമിന് ചോദിക്കാൻ ചാൻസസ് ഉള്ള രീതിയിലുള്ള കുറേ എക്സാമ്പിൾസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലിക്വിഡ്സിലും ഗ്യാസസിലും എന്താണ്? പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട് ഓൺ ദ വാൾ ഓഫ് ദെയർ കണ്ടെയ്നർ. നമ്മളിപ്പോൾ ഒരു ബോട്ടിലിൽ വാട്ടർ എടുക്കുകയെന്ന് വെച്ചോ. ഈ ഒരു വാട്ടർ ഈ ഒരു ബോട്ടിലിൻ്റെ മുകളിൽ ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിലിന് നമ്മൾ ഒരു ഹോൾ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ വാട്ടർ ലീക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ്? ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വാട്ടർ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ബോട്ടിലിൻ്റെ വാൾസിൽ. അതുകൊണ്ടാണ് ഈ ഒരു ഹോള് കൊടുത്ത ഉടനെ തന്നെ അതിലുള്ള വാട്ടർ പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ നമ്മളൊരു ബലൂണിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എയർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ ഭാഗത്തും ഒരുപോലെ അത് അനുഭവപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗ്യാസസ് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇന്നർ വാൾസിൽ, ബലൂണിൻ്റെ ഇന്നർ വാൾസിൽ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എല്ലാ ഭാഗത്തും ഒരുപോലെ ഗ്യാസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലിക്വിഡ് പ്രഷറും അറ്റ്മോസ്ഫിയർ പ്രഷറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ലിക്വിഡ് പ്രഷറിന് നമുക്ക് പറയാൻ പറ്റുന്ന ബെസ്റ്റ് എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ബോട്ടിലിൽ കുറച്ച് വാട്ടർ എടുക്കുക. അതിനുശേഷം നിങ്ങൾ ഡിഫറെൻറ്റ് ഹൈറ്റിൽ ഇതുപോലെ ഹോൾസ് ഇട്ടിട്ട് നോക്കുക. അപ്പം വാട്ടർ വരുന്ന ആ ഒരു രീതി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? അതായത് ഈ ഒരു വാട്ടറിൻ്റെ ഫ്ലോയിൽ ഡിഫറൻസ് കാണാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ഒരു ബോട്ടത്തിലുള്ളത് പോലെയല്ല ടോപ്പിൽ നിന്ന് വാട്ടർ വരുന്നത്. എന്തുകൊണ്ടായിരിക്കും? അതായത് ഈ വാട്ടറിൻ്റെ ഉള്ളിൽ എന്താണ്? അതായത് ഈ ബോട്ടിലിൻ്റെ ഉള്ളിലുള്ള വാട്ടറിനൊരു പ്രഷറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഭാഗത്ത്
ഈ ഒരു ഭാഗം നമ്മൾ, അതായത് ഈ ഒരു ബോട്ടം സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത്രയും വാട്ടറിൻ്റെ പ്രഷർ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ഫ്ലോ കൂടും. അതായത് വാട്ടറിൻ്റെ ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് പ്രഷർ കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു വാട്ടറിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് എല്ലാ ഭാഗത്തും ഒരുപോലെയായിരിക്കും ഉണ്ടാവുക. ഇവിടെ ഈ ഒരു വാട്ടറിൻ്റെ ഡെപ്ത് എത്രയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും പ്രഷർ ഉണ്ടാവുക. ഡെപ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് എന്താണ്, പ്രഷർ കൂടുതലായിരിക്കും. ഇവിടെ ഈ ഒരു ലിക്വിഡിൽ ഈ വാളിലൊക്കെ പ്രഷർ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അതായത് ലിക്വിഡ് എക്സേർട്ട് പ്രഷർ ഓൺ ദ വാൾ ഓഫ് ദ കണ്ടെയ്നർ. പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, പ്രഷർ ഇൻക്രീസ് ചെയ്യും എപ്പോഴും ലിക്വിഡിൻ്റെ ഡെപ്ത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രഷർ ഇൻക്രീസ് ചെയ്യും. അതുപോലെ ഈ ഒരു പ്രഷർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇപ്പം നമ്മൾ ഒരേ പോർഷൻസിലാണ് ഹോൾസ് ഇട്ടത്, ഇതുപോലെ നമ്മൾ ഒരേ പോർഷൻസിൽ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ അവിടെ അനുഭവപ്പെടുന്ന ആ ഒരു പ്രഷർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മൾ പറഞ്ഞ ഈ കുറച്ച് കാര്യങ്ങൾ കുറച്ച് എക്സാമ്പിൾസ് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാണെങ്കിൽ ഒന്നും കൂടി മനസ്സിലാവുന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ഫിഗർ വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു ബോട്ടിലിൽ നമ്മൾ ഇതുപോലെ ഹോൾസ് ഇട്ട് കഴിഞ്ഞാൽ വാട്ടർ ലെവലിൽ ഡിഫറൻസ് ഉണ്ടാകുന്നതായിട്ട് കാണാം. അതായത് ഈ പ്രഷറും ഡെപ്തും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ഡെപ്ത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രഷർ ഇൻക്രീസ് ചെയ്യും. അതായത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അതുപോലെ ഈ ഒരു ലിക്വിഡിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ പ്രഷറാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ഹോൾസിനനുസരിച്ച് ആ ഒരു ഫ്ലോയിൽ ഡിഫറൻസ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആ ഒരു സർഫസിൻ്റെ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ആ ഷേപ്പ്, കണ്ടെയ്നറിൻ്റെ ഷേപ്പിനെയൊന്നും ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട വേറൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ സെയിം ലെവലിലാകുന്ന സമയത്ത് പ്രഷർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ലിക്വിഡ് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി കാണാൻ സാധിക്കും. അതായത് ഇതുപോലത്തെ ഒരു ഫിഗർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ ഒരേപോലെയുള്ള ABC എന്ന ബലൂണുകൾ ഒരു PVC പൈപ്പിൽ ഉറപ്പിക്കുക. പൈപ്പിൽ വാട്ടർ നിറച്ച് ബലൂണുകളുടെ എക്സ്പാൻഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഏത് ബലൂണായിരിക്കും കൂടുതൽ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാവുക? അതായത് ഈ ഒരു C എന്ന് പറഞ്ഞിട്ടുള്ള ബലൂണാണ് കൂടുതൽ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ എക്സ്പാൻഷൻ ഈ ഒരു C എന്ന ബലൂണിന് കൂടുതലായിട്ട് അനുഭവപ്പെടാനുള്ള കാരണം എന്താണ്? പ്രഷറാണ്. അതായത് ഈ ഒരു ഭാഗത്ത് പ്രഷർ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ ഒരു C എന്ന് പറഞ്ഞിട്ടുള്ള ബലൂണ് കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇതിന് പിന്നിൽ എന്താണ് റീസൺ? അതായത് C എന്ന ബലൂണ് കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത് നിൽക്കാനുള്ള കാരണം എന്താണ്? ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് പ്രഷർ കൂടുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ C എന്ന ബലൂണ് കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഡെപ്തും അതുപോലെ തന്നെ പ്രഷറും എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് പ്രഷറും എന്താണ്? കൂടിക്കൊണ്ടിരിക്കും. ഇതുപോലെ തന്നെ വേറൊരു എക്സ്പെരിമെൻറ്റും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ ഒരു എക്സ്പെരിമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണല്ലോ, ഡെപ്തിനനുസരിച്ചിട്ട് പ്രഷറും ഇൻക്രീസ് ചെയ്യും. അതായത് ഡെപ്ത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രഷറും ഇൻക്രീസ് ചെയ്യും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണിത്. രണ്ടാമത് നമുക്ക് തന്നിരിക്കുന്ന ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ, അതേപോലെ തന്നെ 2 PVC പൈപ്പുകൾ എടുത്ത് അതിൻ്റെ അടിവശത്ത് ഒരേപോലുള്ള ബലൂണുകൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ഉറപ്പിക്കുക. അപ്പോൾ PVC പൈപ്പുകളിൽ ഒന്നിൽ കെറോസിനും അടുത്തതിൽ വാട്ടറും ഒരേ അളവിൽ നിറക്കുക. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ ഏത് ബലൂണായിരിക്കും കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്? ഇത് 2 ബലൂണിൻ്റെയും എക്സ്പാൻഷൻ ഡിഫറൻ്റ് ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ
ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലായത്? അതായത് നമ്മൾ വാട്ടർ നിറച്ച ആ ഒരു ബലൂണ് കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ മണ്ണെണ്ണ ഉള്ളത് അത്ര വാട്ടർ നിറച്ച ആ ഒരു ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് അത്ര എക്സ്പാൻഡ് ചെയ്യാത്തതായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ കാണാൻ സാധിക്കും. ഇതിനുള്ള കാരണം എന്താ? വാട്ടർ നിറച്ച പൈപ്പിലെ ബലൂൺ എന്ന് പറയുന്നത് കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നതിൻ്റെ കാരണം എന്താ? അതിൻ്റെ ഡെൻസിറ്റിയാണ്. അപ്പോൾ ഡെൻസിറ്റിക്കും ഇത് ഒരു ഫാക്ടറാണ്. പ്രഷറും ഡെൻസിറ്റിയും തമ്മിലൊരു ബന്ധമുണ്ട്. അതായത് ഒരു വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് കെറോസിൻ്റെ ഡെൻസിറ്റി കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതലാണ്. അതുകൊണ്ടാണ് ആ ബലൂണിൽ കൂടുതൽ പ്രഷർ എക്സേർട്ട് ചെയ്തത്. കെറോസിൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം വാട്ടറിൻ്റെ അത്ര ഡെൻസിറ്റി ഇല്ല. ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മാസ് ബൈ വോളിയമാണ്. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ എടുക്കുന്ന വോളിയം എന്ന് പറയുന്നത് രണ്ടിൻ്റെയും ഈക്വൽ ആണ്. അതായത് ഇത് 100 ml ആണെങ്കിൽ ഇവിടെയും 100 ml തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ 100 ml കെറോസിൻ എന്നും ഇവിടെ 100 ml വാട്ടർ എന്നും. ഇത് നമ്മൾ ഇതിൻ്റെ മാസ് നമ്മൾ ഒരു വെയിങ് മെഷീൻ എന്തെങ്കിലും ഒരു മെഷറിങ് ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മാസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു കെറോസിൻ്റെ മാസ് എന്ന് പറയുന്നത് ഈ ഒരു വാട്ടറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ഡെൻസിറ്റി എന്ന് പറയുന്നത് കെറോസിൻ്റെ ഡെൻസിറ്റി വാട്ടറിൻ്റെ ഡെൻസിറ്റിയേക്കാൾ കുറവാകുന്നത്. അപ്പോൾ ഈ ഒരു ഡെൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് കുറവായിരിക്കും. അതുമൂലം എന്താണ് ഈ ഒരു ബലൂണ് അത്ര എക്സ്പാൻഡ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് വേറൊരു എക്സ്പെരിമെൻറ്റ് നോക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ 2 ഡിഫറെൻറ്റ് വാട്ടർ ലെവൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് കൂടുതൽ പ്രഷർ എക്സേർട്ട് ചെയ്യുക. അതായത് ഈ വാട്ടർ ലെവൽ കൂടിയ സ്ഥലത്താണ് കൂടുതൽ പ്രഷർ എക്സേർട്ട് ആവുകയും അതുപോലെ ബലൂൺ എക്സ്പാൻഡ് ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നമ്മൾ ആദ്യം പഠിച്ച പോയിന്റ് എന്തായിരുന്നു? ഡെപ്ത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രഷറും ഇൻക്രീസ് ചെയ്യും എന്നുള്ളതായിരുന്നു ആദ്യത്തെ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ പഠിച്ചത്. ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നമ്മൾ പഠിച്ചത് എന്താണ്? നമ്മൾ പഠിച്ചത് ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രഷറും ഇൻക്രീസ് ചെയ്യും എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ നമുക്ക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലിക്വിഡ് പ്രഷർ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു എക്സ്പെരിമെൻറ്റിനെ പോലെ തന്നെ വേറൊരു എക്സ്പെരിമെൻ്റാണ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ ഈ ഒരു രീതിയിലും ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഒരു ബോഡി ലിക്വിഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അതായത് അതിൻ്റെ പ്രഷറിൽ എന്തൊക്കെ വേരിയേഷനാണ് ഉണ്ടാവുക. അതായത് ഈ ഒരു ബോഡിയുടെ ഡെപ്ത്, അതായത് ഈ ഒരു ബോഡി എത്ര ഡെപ്തിലാണോ പോകുന്നത് അതിനനുസരിച്ച് ഈ ബോഡിയുടെ മേലുള്ള പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഡെപ്ത് ഇൻക്രീസ് ചെയ്യുമോ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെച്ച്. അതുപോലെ തന്നെ ഡെൻസിറ്റി, ഈ ഒരു ലിക്വിഡിന് ഒരു ഡെൻസിറ്റി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രഷർ ഇൻക്രീസ് ചെയ്യും എന്നുള്ള കൺസെപ്റ്റും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുമല്ലോ ഇപ്പോൾ. അതായത് ഈ ലിക്വിഡ് പ്രഷറുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇത് എന്താണെന്നുള്ളത്, ഈ എക്സ്പെരിമെൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗത്തിൽ എഴുതാൻ സാധിക്കും. എന്താണെന്ന് വെച്ചാൽ ലിക്വിഡ് പ്രഷർ എന്ന് പറയുന്നത് ഒരു ബോഡിയുടെ ഡെപ്തിനെയും അതുപോലെ തന്നെ ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഡെപ്ത് എന്ന് പറയുന്നത് എന്താണ്? ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യും, ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഈ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി നിങ്ങൾ. അപ്പോൾ നമുക്ക് കൂളായിട്ട് പറയാം എന്തൊക്കെയാണ് പ്രഷറിനെ, അതായത് ലിക്വിഡ് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്നുള്ള കാര്യം നമുക്കിപ്പം കൂളായിട്ട് പറയാമല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ്? നമ്മുടെ ഹൈറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി,
ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് പ്രഷറിന്. അതായത് ലിക്വിഡ് പ്രഷർ എങ്ങനെയാണ് കാണുക? ലിക്വിഡ് പ്രഷർ P ഈക്വൽ ടു HdG. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ഓഫ് ലിക്വിഡ് കോളം, ഒരു ലിക്വിഡ് കോളത്തിൻ്റെ ഹൈറ്റാണ്. അതുപോലെ അതിൻ്റെ ഡെൻസിറ്റി G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം ഇതൊക്കെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് പ്രഷർ കൂടും, ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് പ്രഷർ കൂടും. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഹൈറ്റും അതുപോലെ ഡെൻസിറ്റിയുമാണ് പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം. അതുപോലെ തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതായത് ലിക്വിഡ് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ലിക്വിഡ് കോളത്തിൻ്റെ വെയ്റ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. യൂണിറ്റ് ഏരിയയിലുള്ള ലിക്വിഡ് കോളത്തിൻ്റെ വെയ്റ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ലിക്വിഡ് പ്രഷർ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്ന് മനസ്സിലാക്കുന്നതിൻ്റെ മുന്നേ അറ്റ്മോസ്ഫിയർ എന്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രഷർ എന്താണെന്നുള്ള കാര്യം ഇപ്പം നമുക്ക് നല്ല രീതിയിൽ അറിയാം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതായത് എർത്തിന് ചുറ്റുമായിട്ട് ഒരുപാട് ലെയേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ സോഷ്യൽ സയൻസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലെയേഴ്സിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എർത്തിന് ചുറ്റുമായിട്ട് ഒരുപാട് സ്പെറിക്കൽ ഷേപ്പുള്ള ലെയേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ എന്താണ്? അറ്റ്മോസ്ഫിയർ ആണ്. എർത്തിന് ചുറ്റും ലെയർ ഉള്ളത് കൊണ്ടാണ് എർത്തിൽ ജീവനുള്ളത്. അപ്പോൾ ഗ്യാസസിൻ്റെ ലെയർ എർത്തിന് ചുറ്റും ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഈ ഒരു അറ്റ്മോസ്ഫിയറിനെ നമുക്ക് എന്ത് പറയാം? എൻവലപ്പ് ഓഫ് ഗ്യാസസ് എന്ന് പറയാം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്നുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ ഈ മൗണ്ടെയിനൊക്കെ ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ബ്രീത്ത്ലെസ് ആവാറുണ്ട്. അതായത് നമ്മൾ ഈ മലമുകളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ശ്വാസം കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാകും. അതെന്താണ് യഥാർത്ഥത്തിൽ കാരണം? അതിന് നമുക്കറിയാം നമ്മുടെ ചുറ്റുമായിട്ട് എയർ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ ഒരു എയറിൻ്റെ എൻവലപ്പിനെയാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എർത്തിൻ്റെ സർഫസിൽ നിന്ന് കുറേ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മെനി കിലോമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എയറിൻ്റെ മുകളിൽ, അതായത് ഈ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എയറിൻ്റെ എൻവലപ്പാണ്. അപ്പോൾ ഈ എയറിൻ്റെ മുകളിൽ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രഷറിനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. പ്രഷർ എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് പ്രഷർ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ലോങ് സിലിണ്ടർ നമ്മൾ എടുക്കുകയാണെന്ന് വെച്ചോ, അതിൽ എയർ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എയറിൻ്റെ വെയിറ്റ് ആ സിലിണ്ടറിലെ എയറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ആ ബ്രീത്ത്ലെസ് അനുഭവപ്പെടുന്നത് എന്നുള്ളത് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. എന്തുകൊണ്ടാണ് നമുക്ക് മൗണ്ടെയിനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ബ്രീത്ത്ലെസ് അനുഭവപ്പെടുന്നത്, അതായത് ബ്രീത്ത്ലെസ് ആകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ശ്വാസം കിട്ടാത്തത് എന്തുകൊണ്ടാണ്? അതായത് ഹൈറ്റ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്രഷർ ഇൻക്രീസ് ആകുന്നത് കൊണ്ടല്ലേ. അതുകൊണ്ടാണ് നമുക്ക് ശ്വാസം കിട്ടാത്തൊരവസ്ഥ വരുന്നത്. നമ്മൾ ഒരു സിലിണ്ടറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. അതായത് ഒരു യൂണിറ്റ് ഏരിയയിലുള്ള സിലിണ്ടറിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്നുള്ളത് നമ്മളിപ്പം പഠിച്ചു. അതായത് നമുക്കത് വേർഡിൽ എങ്ങനെ പറയാം? അറ്റ്മോസ്ഫിയർ പ്രഷർ ഈസ് ദ വെയിറ്റ് ഓഫ് എയർ ഇൻ എ കോളം ഓഫ് യൂണിറ്റ് ഏരിയ. അതായത് യൂണിറ്റ് ഏരിയയിലുള്ള കോളത്തിലുള്ള എയറിൻ്റെ വെയിറ്റിനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. നമ്മൾ ചുറ്റുമായിട്ട് എയർ ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് പ്രഷർ ഫീൽ ചെയ്യാത്തത്? എന്തുകൊണ്ടായിരിക്കും? അതായത് നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ എയർ പ്രഷർ ഉണ്ട്. അത് എന്ന് പറയുന്നത് ബോഡിയുടെ പുറത്തുള്ള എയർ പ്രഷറുമായിട്ട് ഈക്വൽ ആയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പ്രഷർ ഫീൽ ചെയ്യാത്തത്, ആ എയറിൻ്റെ പ്രഷർ നമുക്ക് ഫീൽ ചെയ്യാത്തത്. നമ്മൾ മൗണ്ടെയിനിൽ ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്രീത്ത്ലെസ് ആകുന്നതിൻ്റെ റീസൺ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതായത് ആറ്റിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എയർ ഗെറ്റ് തിന്നർ, അതായത് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഡെൻസിറ്റി ഓഫ് എയറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡിക്രീസ് ആവുകയും അപ്പോൾ എന്താണ്, എയർ ബിക്കം ലെസ് ഡെൻസ്, അതായത് നമുക്ക് അവിടെ ആ എയറിൻ്റെ അഭാവം ഉണ്ടാവുകയും അപ്പോൾ
ലെസ് ഗ്യാസസ് പെർ യൂണിറ്റ് വോളിയം ഉണ്ടാകുന്നത്. അതായത് അവിടെ ഓക്സിജൻ്റെ അളവ് കുറയും. അതുകൊണ്ടാണ് നമുക്ക് ബ്രീത്ത്ലെസ് ആവുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുക? നമ്മൾ ബോയിൽ ചെയ്യുന്ന സമയത്ത്, ഒരു ലിക്വിഡ് നമ്മൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുക എന്ന് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എയർ എക്സ്പാൻഡ് ചെയ്യും. എയർ എക്സ്പാൻഡ് ചെയ്താൽ എന്താ സംഭവിക്കുക? അത് ഡെൻസിറ്റി കുറയ്ക്കുകയും അത് ലോ പ്രഷർ ഉണ്ടാക്കുകയും ചെയ്യും. ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? പ്രഷർ കുറയും. ദ റിലേഷൻ ബിറ്റ്വീൻ എയർ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഈസ് ഡിഫൈൻഡ് വിത്ത് ഫോളോയിങ് കോഡ്. വെൻ മെർക്കുറി ഓഫ് തെർമോമീറ്റർ റൈസസ്, മെർക്കുറി ഓഫ് ബാരോമീറ്റർ ഫാൾസ്. അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് നമ്മുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പ്രഷർ ഡിക്രീസ് ആവും. അതുപോലെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഹൈറ്റ് ഫ്രം സീ ലെവൽ. നമ്മൾ ഈ ഒരു 2 കേസസ് എടുക്കാം. ഇപ്പോൾ ഒരാൾ സീ ലെവലിലും ഒരാൾ മൗണ്ടെയിനിലാണ് നിൽക്കുന്നതെന്ന് വെച്ചു. അപ്പോൾ എവിടെയാണ് കൂടുതൽ പ്രഷർ അനുഭവപ്പെടുക? അതായത് ഈ ഒരു മൗണ്ടെയിനിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ എന്താണ്? പ്രഷർ കുറയും. എന്താ? അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമല്ലേ. അപ്പോൾ ഈ ഒരു മൗണ്ടെയിനിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള പ്രഷർ എന്ന് പറയുന്നത് കുറവായിരിക്കും. നേരെ മറിച്ച് സീ ലെവലിൽ നിന്ന് നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഇത്രയും ഹൈറ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഹൈറ്റ് കൂടുന്നുണ്ടല്ലോ. അപ്പോൾ ഹൈറ്റ് കൂടുമ്പോൾ എന്താണ്? പ്രഷർ കൂടുകയാണ്. പ്രഷറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, P=HdG എന്നല്ലേ. അപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് പ്രഷർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ മനസ്സിലായല്ലോ, പ്രഷറും ഹൈറ്റും തമ്മിലുള്ള ആ ഒരു റിലേഷൻ മനസ്സിലാക്കി വെച്ചാൽ മതി. പ്രഷർ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് പ്രഷർ കൂടും, ഹൈറ്റ് കുറയുന്നതിനനുസരിച്ച് പ്രഷർ കുറയും. അപ്പോൾ നിങ്ങൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സീ ലെവലും അറ്റ്മോസ്ഫിയറും തമ്മിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സീ ലെവലിൽ നിന്ന് അറ്റ്മോസ്ഫിയറിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? കൂടുതലാണ്. അപ്പോൾ അവിടെയുള്ള ഹൈറ്റ് കൂടുതലായതുകൊണ്ടാണ് അവിടെ കൂടുതലായിട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അനുഭവപ്പെടുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. എന്താണ് ആക്ടിവിറ്റി പറയുന്നത്? ഒരു ടോൾ ബോട്ടിൽ എടുക്കുക, അതിൽ അല്പം പേപ്പർ കത്തിച്ചിടുക. അപ്പോൾ പേപ്പർ കത്തി തീരാറാകുമ്പോൾ നന്നായിട്ട് പഴുത്ത ഒരു പഴമെടുത്ത് അല്പം തൊലിയൊക്കെ നീക്കി കുപ്പിയിലെ ആ ഒരു വായ് ഭാഗത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പഴത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബലൂൺ ഉപയോഗിച്ചിട്ടും ഇതേ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കടലാസ് കത്തുമ്പോൾ, അതായത് ഈ പേപ്പർ കത്തുമ്പോൾ എന്താണ് പ്രഷറിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ. ഒബ്സർവേഷൻ എന്തായിരുന്നു? ദ പ്ലാന്റൈൻ ഈസ് സക്ക്ഡ് ഇൻ ടുവാർഡ്സ് ദ ബോട്ടൽ. വാട്ട് ഹാപ്പൻ ടു ദ പ്രഷർ ഓഫ് എയർ ഇൻസൈഡ് ദ ബോട്ടൽ വെൻ ദ പേപ്പർ ബേൺസ്? അതായത് നമ്മൾ എന്താ ചെയ്തത്? ആദ്യം ഒരു ബോട്ടിൽ എടുത്ത് ആ ബോട്ടലിൽ കുറച്ച് പേപ്പർ ബേൺ ചെയ്തു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രഷർ എന്താണ്? പ്രഷർ ഇൻക്രീസ് ചെയ്യും. പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് എയർ പുറത്തേക്ക് പോകും. അപ്പോൾ നമ്മളൊരു ബനാന എടുത്ത് വെക്കുന്നത്, അതൊരു പഴുത്ത പഴം എടുത്തിട്ട് ഇതുപോലെ തൊലി കളഞ്ഞ് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക? ഈ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറും അതുപോലെ തന്നെ എയർ പ്രഷറും തമ്മിൽ കമ്പാരിസൺ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ബോട്ടലിൻ്റെ ഉള്ളിൽ പഴം കൊണ്ട് അടച്ചപ്പോൾ എന്താണ് മാറ്റം വരുന്നത്? ആദ്യം ഇവിടെ പ്രഷർ കൂടുതലായിരുന്നു. അപ്പോൾ ഈ ഒരു അടപ്പ് വന്നപ്പോൾ അവിടെ എന്താണ്? പ്രഷർ കുറഞ്ഞ്. അപ്പോൾ പ്രഷർ കുറഞ്ഞപ്പോൾ എന്ത് മാറ്റം വരിക? പുറത്തുള്ള പ്രഷർ കൂടുതലായിട്ട് അനുഭവപ്പെടും. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ ഒരു പഴം കുപ്പിക്കുള്ളിലേക്ക് വരികയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ്, അതായത് ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അതായത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ആദ്യം ഈ ഒരു ബോട്ടിലിൽ നമ്മൾ പേപ്പർ ബേൺ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇവിടെയുള്ള പ്രഷർ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള എയർ പുറത്തേക്ക് പോകും. ഇവിടെ ഒരു ബനാന വെച്ചിട്ട് നമ്മൾ അടക്കുകയാണെങ്കിൽ
എന്താ സംഭവിക്കുക, ഇതിന് ചുറ്റുമായിട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷറുണ്ട്. അപ്പോൾ ഈ ഒരു പുറത്തുള്ള പ്രഷർ ഇതിൻ്റെ ഉള്ളിലുള്ള പ്രഷറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറവാണ്. അപ്പോൾ പ്രഷർ കൂടുതലുള്ള സ്ഥലത്തു നിന്ന് കുറവുള്ള സ്ഥലത്തേക്ക് പോകാനാണ് എപ്പോഴും ഒബ്ജക്റ്റ് ശ്രമിക്കുക. അപ്പോൾ ഈ പുറത്തേക്ക് എന്താണ്, പ്രഷർ കൂടുതലാണ്. അപ്പോൾ ഉള്ളിൽ പ്രഷർ കുറവായതുകൊണ്ട് ഈ ഒരു ബനാന എന്ത് ചെയ്യും, ഈ ഒരു കുപ്പിക്കുള്ളിലേക്ക് വീഴും. നമ്മളിപ്പം അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്നും അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്ന ആക്ടിവിറ്റിയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് ജസ്റ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് ആണ്. അത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. അതായത് ഈ ഒരു നോട്ടിൽ പറയുന്ന കാര്യം ഇതാണ്, സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെയാണ് 1 atm എന്ന് പറയുക. അതുപോലെ തന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ യൂണിറ്റാണ് ബാർ എന്ന് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് പോയിന്റ്സ് ആക്കി എഴുതിയെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എന്താണ് ഈ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ? നമുക്ക് സ്ട്രോയിൽ യൂസ് ചെയ്തിട്ട് വാട്ടറും ജ്യൂസൊക്കെ ഡ്രിങ്ക് ചെയ്യാൻ പറ്റുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ്. ഈ ഒരു സ്ട്രോക്ക് ചുറ്റുമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് ഹൈ ആണ്. ഈ ഒരു സ്ട്രോവും ഇതിന് ചുറ്റുമുള്ള ഭാഗവും നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്ട്രോയിലേക്കുള്ള പ്രഷർ എന്ന് പറയുന്നത് കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ജ്യൂസ് വലിച്ചിട്ട് നമ്മുടെ മൗത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. അതായത് നമ്മളിപ്പം സ്ട്രോ വർക്ക് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ വലിക്കുന്ന സമയത്ത് ഒരു എയർ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യും. ആ വാക്വത്തിലോട് കൂടി എയർ പ്രഷർ എന്ന് പറയുന്നത് ഡിക്രീസ് ആവും. സ്ട്രോയിൻ്റെ ഉള്ളിലുള്ള എയർ പ്രഷർ ഡിക്രീസ് ആവും. പക്ഷേ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് ഈ സ്ട്രോനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ആയിരിക്കും. അപ്പോൾ ലിക്വിഡ് എന്താവും, സ്ട്രോ അപ്പ് ആവും. അത് എന്നിട്ട് നമ്മളുടെ വായിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ജ്യൂസസൊക്കെ കുടിക്കാൻ സാധിക്കുന്നത്. അതായത് വാട്ടറും ജ്യൂസസൊക്കെ സ്ട്രോ യൂസ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്നതിൻ്റെ മെക്കാനിസം ഇതാണ്. ഫിൽറ്റർ പേപ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് മഷി നിറക്കാൻ സാധിക്കുന്നതും ഈ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ്. അതുപോലെ നമുക്ക് ഈ കിണറ്റിൽ നിന്നൊക്കെ വെള്ളം പമ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതും അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങൾക്കും, അതായത് ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് മഷി നിറക്കാൻ പറ്റുന്നതും കിണറ്റിൽ നിന്നും ജലം പമ്പ് ചെയ്യാൻ പറ്റുന്നതിൻ്റെയും റീസൺസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മെക്കാനിസം ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരും. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് തരുമ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആകും ക്ലാസ്. ഇതിൻ്റെ മെക്കാനിക്സ് ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, ജസ്റ്റ് ഈ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഇതാണെന്ന് മാത്രം പഠിച്ചാൽ മതി. പക്ഷേ ഇതുപോലെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ കാര്യങ്ങൾ മറന്നു പോയില്ല. അതുകൊണ്ടാണ് പഠിക്കുന്ന കാര്യം എന്താണെന്നും കൂടി അറിഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഫൈൻഡ് ഔട്ട് ദ റീസൺ. ആസ്ട്രോണറ്റ്സ് വെയർ എസ്പെഷ്യലി ഡിസൈൻഡ് ക്ലോത്ത്. എന്തുകൊണ്ടായിരിക്കും ആസ്ട്രോണറ്റ്സ് പ്രത്യേക തരത്തിലുള്ള ഡിസൈൻഡ് ആയിട്ടുള്ള ഡ്രസ്സസ് യൂസ് ചെയ്യാൻ കാരണം? നമുക്കറിയാം, ബഹിരാകാശത്ത് അതായത് സ്പേസിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇല്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് വെസൽസിലൊക്കെ ഈ ഒരു പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഈ ബ്ലഡ് വെസൽസൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. പ്രത്യേകതരം ഡ്രസ്സസ് ധരിക്കുന്ന പോലും ശരീരത്തിനുള്ളിലും അതുപോലെ തന്നെ പുറത്തുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് സ്പേസ് ട്രാവലേഴ്സ് യൂസ് സ്പെഷ്യൽ കൈൻഡ് ഓഫ് സ്യൂട്ട് വിച്ച് പ്രൊവൈഡ് പ്രഷർ ഈക്വൽ ടു ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ടു ദിയർ ബോഡി. അവരുടെ ബോഡിയുടെയും അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെയും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിലുള്ള ഡ്രസ്സസ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് സ്പേസിൽ എക്സ്പീരിയൻസ് ചെയ്യില്ല. അത് നമ്മുടെ ബ്ലഡ് വെസൽസിനെയൊക്കെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു റീസൺ ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഉള്ള ഡ്രസ്സസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറും നമ്മുടെ ആ ഒരു ബോഡിയുടെ മേലുള്ള പ്രഷറും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ്
ആസ്ട്രോണോട്സ് സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഡ്രസ്സസ് യൂസ് ചെയ്യുന്നത്. മൗണ്ടൈനേഴ്സ് ക്ലൈംബ് ഹയർ ആൾട്ടിറ്റ്യൂഡ്സ് ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് നാസൽ ബ്ലീഡിങ്. അതായത് നമ്മളുടെ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൗണ്ടൈൻസിലേക്ക് ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നാസൽ ബ്ലീഡിങ് ഉണ്ടാകുന്നതിൻ്റെ റീസൺ എന്താണ്? നമുക്കറിയാം, സീ ലെവലിൽ നിന്ന് നമ്മുടെ ഹൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് ഡിക്രീസ് ആകും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസ് ആകുമ്പോൾ അവിടെ നമ്മുടെ നോസിൻ്റെ പാർട്സൊക്കെ ബേസ്റ്റ് ആകാനുള്ള കാരണമാവുകയും ആ ഒരു റീസൺ കൊണ്ടാണ് നാസൽ ബ്ലീഡിങ് ഉണ്ടാവുന്നത്. നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മളെ ക്ലാസ്സുകളിലൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, എന്തുകൊണ്ടാണ് മൗണ്ടെയ്ൻസിൽ പോകുന്ന സമയത്ത് നാസൽ ബ്ലീഡിങ് ഉണ്ടാകുന്നത് എന്നുള്ളത്. ഫിക്സിംഗ് റബ്ബർ സക്കേഴ്സ് ഓൺ പോളിഷ്ഡ് സർഫസ്. അതായത് റബ്ബർ സക്കറുകൾ മിനുസമുള്ള പ്രതലത്തിൽ നമുക്ക് വെക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ റബ്ബർ സക്കറുകൾ അമർത്തുമ്പോൾ അതിനുള്ളിലുള്ള എയർ പുറത്തേക്ക് പോകുന്ന മൂലം പ്രഷർ കുറയുകയും പുറത്തുള്ള ആ ഒരു ഹയർ പ്രഷർ സക്കറിനെ ഈ ഒരു ഭാഗത്തേക്ക് ഫിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് when the suckers are pressed firmly on smooth surface, the air between them and the surface is expelled. The space between the sucker and the plane surface become partially vacuum. The atmospheric pressure outside the sucker help to fix the firmly on the surface. അതായത് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണെന്നുള്ളത്? അതായത് ഈ റബ്ബർ സക്കറുകൾ നമ്മൾ അമർത്തുന്ന സമയത്ത് അതിനുള്ളിലെ എയർ പുറത്തേക്ക് പോകുന്നത് മൂലം അവിടെ ഉള്ള പ്രഷർ കുറയുകയും പുറത്തുള്ള ആ ഒരു ഹയർ പ്രഷർ സക്കറിൻ്റെ ആ സർഫസിലേക്ക് ഉറപ്പിച്ച് നിർത്തുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു സക്കറിന് ആ സർഫസിൽ ഫിക്സ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ത്രസ്റ്റ് ആൻഡ് പ്രഷറിനെ പറ്റിയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രിക്കിൻ്റെ എക്സ്പെരിമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസേഴ്സ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പക്ഷേ ഇതിൻ്റെ നോട്ട്സ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടില്ലായിരുന്നു. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോയിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ നോട്ട്സ് നിങ്ങളെ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. Thank you for watching.